ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി. നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കണ പറഞ്ഞത് ജനറൽ സർവീസ് ഉണ്ട്, പിന്നെ ക്ലച്ച് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ബെയറിങ് ചെക്കപ്പ്, അതായത് കോൺസെപ്റ്റ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യണം, സ്പീഡോമീറ്റർ ചെക്കപ്പ്, ചെയിൻ സൗണ്ട് ഫുൾ ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് കോൺസെപ്റ്റിൻ്റെ ബെയറിങ് ലൂസ് ഉണ്ട്, കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് ചെറിയൊരു അടി ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അത് നമുക്ക് കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് അഴിച്ച ബെയറിങ് മാറ്റാനാണ് പറ്റുള്ളൂ. കാരണം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ ഹാൻഡിൽ ടൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ 99% നമുക്കത് ബെയറിങ് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ചെയിൻ്റെ സൗണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വണ്ടി ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സഡൻ ആക്ഷൻ വണ്ടി പെട്ടെന്നൊന്ന് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഒന്ന് മൂവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ക്ലച്ച് റൈസ് ആവും. അതിൻ്റെ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് വണ്ടിക്ക് കിട്ടുന്നില്ല. അത് ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് അവിടെ ക്ലച്ച് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോകണം. അവിടെ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടതൊന്ന് അങ്ങനെ കാണിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചു. ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ്. നിലവിൽ കിടക്കുന്നത് ഒറിജിനൽ ലൈൻഡറൊന്നുമല്ല, പക്ഷെ എന്നാൽ പോലും അതിൻ്റെ പരമാവധി ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ഷൂ നമുക്ക് എന്തെങ്കിലും മാറ്റണം. അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ചെയിൻ്റെയാണ്. ചെയിൻ മാക്സിമം അഡ്ജസ്റ്റിങ് തീർന്നേക്കണമാണ്. പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നിട്ടും നല്ല രീതിയിലുള്ള ലൂസാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെയിൻ്റെ ഇത് തന്നെ നിലനിർത്തി വേറെ അഡ്ജസ്റ്റ് ചെയ്യൽ നടക്കില്ല. ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാലാണ് ചെയിൻ്റെ ഭാഗം ക്ലിയർ ആവും. പിന്നെ അതേപോലെ തന്നെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കുന്നുണ്ട്, അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും കട്ട കൂടുതലുള്ള മോഡൽ ടയറാണ് ഫ്രണ്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പാളിൽ ഹാൻഡിലുമ്പോൾ കിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്താലും. ഹബിന് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് വീലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റണം, വീൽ റബ്ബർ മാറണം, ബാക്ക് ബ്രേക്സ് മാറണം. അപ്പോൾ ആ ഭാഗം ക്ലിയറായി പോകും. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം പൊടി കയറിയിട്ടുണ്ട്. മാറ്റേണ്ട ഒരു ടൈമാണ് ശരിക്കും കേട്ടോ. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റണം. അതല്ലെങ്കിൽ പിന്നെ തൽക്കാലം നമുക്ക് ഈ ഒരു സർവീസും കൂടി എയർ ഫിൽറ്റർ നിർത്തി എയർ അടിച്ച് ക്ലീനാക്കി ഇട്ടതിന് ശേഷം അടുത്ത സർവീസിൽ മാറ്റുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്തിടാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഉള്ളത് സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മീറ്ററിൻ്റെ ശരിക്കും ഡിജിറ്റൽ മീറ്ററാണ് കംപ്ലയിൻറ്റ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളതിൻ്റെ കേബിളൊക്കെ അഴിച്ചൊക്കെ നോക്കി, കേബിളൊക്കെ വർക്കിംഗ് ഫങ്ഷൻസൊക്കെ ഓക്കെയാണ്. പിന്നെ ഫ്യൂൽ മീറ്ററിൻ്റെ ആയാലും ചിലപ്പോൾ ആ രണ്ട് സൈഡിലേക്ക് ബ്ലിങ്ക് ചെയ്ത് പോകുന്ന ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. സ്പീഡ് കാണിക്കുന്നുണ്ടെങ്കിലും കിലോമീറ്റർ കൗണ്ട് ചെയ്യണം. അതൊക്കെ മീറ്ററുമായി ബന്ധപ്പെട്ടാണ്. അത് മീറ്റർ ഒരു ബോർഡായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കതൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യലടക്കില്ല. അത് മാറ്റാനാണെങ്കിൽ ഫുൾ അസംബ്ലി നമുക്ക് മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ വയറിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഈ സൈഡൊക്കെ നോക്കി. സാധാരണ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്ത് വയറ് ക്രാക്ക് ആവാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ നിലവിൽ ആ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. നിലവിൽ മീറ്ററിൻ്റെ തന്നെയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ടറൊക്കെ വലിഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് കേബിൾ മാറ്റേണ്ട ഒരു ടൈമാണ്. അതേപോലെ തന്നെയാണ് കോൺസെപ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഹാൻഡിൽ ടൈറ്റ് ആവണം. അപ്പോൾ നമുക്ക് ഒരുപാട് ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ടതായിട്ട് വരും. വണ്ടി പാളിച്ച കാണിക്കും. ഒന്നാമത് നമുക്ക് ബാക്ക് ടയർ കിടക്കുന്നതിൻ്റേതായിട്ടുള്ളൊരു പാളിച്ച നിലവിലുണ്ട്. അതെന്തായാലും കോൺസെപ്റ്റ് മാറ്റിയാലും ആ കംപ്ലയിൻറ്റ് മാറാൻ പോകുന്നില്ല. കാരണം അത് ആ ടയർ ആ മോഡൽ വീതി കൂടിയ മോഡൽ ടയർ ആയതുകൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. നേരെ മറിച്ച് ആ അടി കാര്യങ്ങളൊക്കെ കോൺസെപ്റ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ മാറിക്കോളും. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും അഡ്ജസ്റ്റിങ് ഏകദേശം ഒരു 90% ആയി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് അഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ലൈൻഡറും കൂടി ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കാം. ഞാനിപ്പോൾ ബാക്ക് വീലൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ അഡ്ജസ്റ്റിങ് ഏറെക്കുറെ അതിൻ്റെ എൻഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 99% നമുക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ കൂടി മാറ്റേണ്ടി വന്നേക്കും. ഫ്രണ്ട് ടയർ നല്ല ടയർ കിടക്കണേ. ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. ശരിക്കും എയർ ഫിൽറ്റർ മാറ്റുണ്ടെങ്കിൽ ആ കൂട്ടത്തേക്കൂടെ പ്ലഗ് കൂടി മാറണം. വേണമെങ്കിൽ നമുക്ക് തൽക്കാലം ഈ സർവീസ് അഡ്ജസ്റ്റ് ചെയ്തിടാം. കാരണം ബാക്കിയത്തെ എല്ലാം തന്നെ ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരുമല്ലോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലേക്ക് ആക്കിയിടാം. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓയിൽ അത്യാവശ്യം കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നെയല്ല നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം റെഡി ആക്കുന്നുണ്ടെങ്കിൽ, ക്ലച്ച് ഡിസ്ക് മാറാൻ വേണ്ടിയിട്ട് അഴിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ശരിക്കും ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് കംപ്ലയിൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. വണ്ടി ആക്സിലേറ്റർ കൊടുത്തിട്ടൊന്ന് മൂവ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് വണ്ടി റേസ് ആവും. അതിൻ്റെ സ്പീഡ് വണ്ടിക്ക് കിട്ടുന്നില്ല. അത് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഫുഡ് ടെസ്റ്റൊക്കെ ഇവിടെ പൊട്ടി കിടക്കുന്നുണ്ട്. ബാക്കിലത്തെ ഫുഡ് ടെസ്റ്റ് കഴുത്തൊടിഞ്ഞ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുഡ് ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. ഈ സൈഡൊക്കെ ആയാലും അത് തന്നെയാണ് അവസ്ഥ. സൈഡ് പിന്നെ അത് വലിയ പ്രശ്നമില്ല. അപ്പുറത്തെ സൈഡൊക്കെ റബ്ബറൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. ഞാനതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് ബാക്കിലത്തെ ബ്രേക്സ് ഉൾപ്പെടുത്തുന്നുണ്ട്, വീൽ റബ്ബർ, ചെയിൻ സ്പോക്കറ്റ്.
പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഉൾപ്പെടുത്തുന്നുണ്ട്, കോൺസെപ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്, ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിലാണ്. എഞ്ചിൻ ഓയിലും ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യും എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. നേരെ മറിച്ച് ഇത്രയും വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വന്ന എമൗണ്ടാണ് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കണേ. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് വൈസറൊക്കെ ഉണ്ടല്ലോ, വൈസറിൻ്റെ ഈ വിൻഡ് സ്ക്രീൻ സൈഡ് പൊട്ടിയാകുന്നുണ്ട്, ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ആ സൈഡിൽ നിന്ന് നല്ല അടി കാണിക്കേണ്ട. അത് നമുക്ക് വേറെ ഒന്നും ചെയ്യലൊക്കെ ചേട്ടാ. കാരണം അത് തൽക്കാലം എന്തെങ്കിലും ഒട്ടിച്ച് വയ്ക്കാമെന്നല്ലാണ്ട് ഒരു ശാശ്വത പരിഹാരമില്ല. അത് മാറ്റി കളയാനൊക്കെ പറ്റുള്ളൂ. അത് വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കിയിട്ടേക്കാം. ഓക്കെ. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. അത്യാവശ്യം വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഈ ഫുഡ് റെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് ഈ പറയണം കേട്ടോ. ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അത് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം, അതിൻ്റെ ഒരു അഡീഷണൽ എസ്റ്റിമേറ്റ് ഞാൻ ഇടാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് വിളിക്കണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്കത് വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ.